ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് നാഡീവ്യവസ്ഥയുടെ വികാസത്തെ ബാധിക്കുന്ന ഒരു കൂട്ടം മാനസിക അവസ്ഥകൾ. തലച്ചോറും സുഷുമ്ന നാഡിയും ഉൾപ്പെടുന്നതാണ് നാഡീവ്യവസ്ഥ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കുട്ടികൾ ശൈശവകാലം മുതൽ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുൻപൊക്കെ കാണിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് എന്ന്. 1. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ADHD. 2. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. 3. ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി. 4. സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി. ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധക്കുറവ്, ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പിരിപിരിപ്പ്. ഇത് 3 ലക്ഷണങ്ങളായിട്ടാണ് കുട്ടികൾ കാണിക്കുന്നത്. ഇന്നറ്റൻഷൻ ശ്രദ്ധയില്ലായ്മ, ഇമ്പൾസിവിറ്റി എടുത്തുചാട്ടം, ഹൈപ്പർ ആക്ടിവിറ്റി പിരിപിരിപ്പ്, ഭയങ്കര റെസ്റ്റ്ലെസ് ആയ ഒരു അവസ്ഥ. ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ചെറുപ്പകാലത്ത് തന്നെ കണ്ടെത്തി അവർക്ക് കറക്റ്റായി ചികിത്സ തേടേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞാൽ 1, ഈ കുട്ടികൾ അക്കാഡമിക്കലി വളരെ പിന്നോക്കാവസ്ഥയിലേക്ക് പോകുന്നു. 2, ഈ കുട്ടികളോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ പ്രശ്നങ്ങളും വളരുന്നു. അഡൽട്ട്ഹുഡിലേക്കൊക്കെ കടന്നു കഴിയുമ്പോൾ ഡ്രഗ് ഡിപ്പെൻഡൻസ്, ക്രിമിനൽ ഇൻവോൾവ്മെൻറ്റ്, ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി, അതുകൂടാതെ പല മാനസിക രോഗത്തിൻ്റെയും ലക്ഷണങ്ങൾ ഇവർ കാണിക്കുന്നു. നമ്മളതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുക, അതിന് കറക്റ്റായിട്ട് ചികിത്സ തേടുക. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ബുദ്ധിവികാസത്തിലെ വൈകല്യങ്ങൾ. ഇത് പ്രധാനമായും 3 മേഖലകളെയാണ് ബാധിക്കുന്നത്. നമ്മുടെ ആശയവിനിമയത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. 2, സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ബുദ്ധിമുട്ട്. 3, വൈകാരിക പ്രകടനങ്ങളെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇങ്ങനെയുള്ള കുട്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിലൊന്നും നോക്കില്ല, അവരവരുടേതായ ലോകത്ത് ഒരു മീനിങ്ലെസ് ഗെയിമായിട്ട് മുന്നോട്ട് നീങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിർജീവ വസ്തുക്കളായിട്ടാണ് കളിക്കാൻ എപ്പോഴും താല്പര്യപ്പെടുന്നത്. അവരുടെ കളികൾക്കൊരു മീനിങ് ഉണ്ടാവുകയില്ല. അവർ കുട്ടികളുമായിട്ടൊന്നും കൂട്ടുകൂടാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൂടാതെ ആവർത്തന വിരസതയുള്ള ഒരേപോലെയുള്ള ചേഷ്ടകൾ, പ്രവൃത്തികൾ, കളികൾ എന്നിവയിൽ അവർ വ്യാപൃതരായിരിക്കും. പിന്നെ പ്രത്യേകതരം ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. കുട്ടികളെ സംബന്ധിച്ച് സെൻസറി ഇഷ്യൂസ് കൂടുതലായിരിക്കാം. ചെറിയ ശബ്ദങ്ങൾ, ചെറിയ ലൈറ്റുകൾ, ഇതൊക്കെ അവർക്ക് വളരെ അസഹനീയമായിട്ട് തോന്നാം. നേരെ തിരിച്ചും തോന്നാം. വലിയ ശബ്ദങ്ങളോടൊന്നും അവർ റെസ്പോണ്ട് ചെയ്യണം എന്നും ഇല്ല. അപ്പോൾ ഓട്ടിസം എന്നുള്ളത് മരുന്ന് കഴിച്ച് ചികിത്സിക്കേണ്ട ഒന്നല്ല. പക്ഷേ ഇതിനോടനുബന്ധമായിട്ട് എന്തെങ്കിലും രോഗങ്ങൾ അല്ലെങ്കിൽ ADHD ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പ്രതിവിധി തേടിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല സ്കിൽ ട്രെയിനിങ് കൊടുക്കുക. തെറാപ്പികൾ ഓരോ കുട്ടിക്കും ഒരേ രീതിയിലുള്ള തെറാപ്പി ആയിരിക്കും വേണ്ടത്. അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അങ്ങനെയുള്ള തെറാപ്പികൾ നൽകുക. ചിട്ടയായ പരിശീലനത്തിലൂടെ ഈ കുട്ടികളെ തിരിച്ച് സ്വാഭാവികമായ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുകൂടാതെ ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അസാമാന്യ കഴിവുകളുള്ള മേഖലകളുണ്ടാവും. അതിനെ കണ്ടുപിടിച്ച് അതിൽ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഉയർന്നു പോകും. 3, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത ഒരവസ്ഥ. ഇതൊരു രോഗാവസ്ഥയല്ല. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് IQ ലെവൽ 70-ൽ താഴെയായിരിക്കും. വീണ്ടും നമ്മളതിനെ ഡിവൈഡ് ചെയ്യും. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട് എന്നുള്ളത്. ഇങ്ങനെയുള്ള കുട്ടികൾക്കും മരുന്നല്ല ചികിത്സ. അവർക്ക് ചിട്ടയായ ട്രെയിനിങ്ങിലൂടെ ഒരു പരിധി വരെ അവരുടെ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ സാധിക്കും. 4, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി. സാധാരണ ബുദ്ധിയുള്ളൊരു കുഞ്ഞ് അല്ലെങ്കിൽ അതിബുദ്ധിയുള്ളൊരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ 3 മേഖലകളെയാണ് ഇത് ബാധിക്കുന്നത്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ലെക്സിയ, വായിക്കാനുള്ള ബുദ്ധിമുട്ട്. ഡിസ്ഗ്രാഫിയ, എഴുതാനുള്ള ബുദ്ധിമുട്ട്. ഡിസ്കാൽക്കുലിയ, ഗണിതത്തിലുള്ള ബുദ്ധിമുട്ട്. ഈ 3 മേഖലകളെ ഒരുപക്ഷെ ഒന്നിച്ച് ബാധിക്കാം, അല്ലെങ്കിൽ ഓരോ മേഖലകളെയും ബാധിക്കാവുന്നതാണ്. പക്ഷെ ഒന്നിനെ ബാധിക്കുമ്പോൾ മറ്റൊന്നിനെ കൂടി ഇത് എഫക്റ്റ് ചെയ്യുന്നതാണ്. ഇത് മരുന്ന് കൊടുത്ത് മാറ്റേണ്ട ഒന്നല്ല. പക്ഷേ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് ഇതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിക്ക് പരിഹാരം കണ്ടതിന് ശേഷം കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. ഇതിന് കൊടുക്കേണ്ടത് റെമഡിയൽ ട്രെയിനിങ്ങും അതിനോടൊപ്പം മൾട്ടി സെൻസറി സ്റ്റിമുലേഷൻ ട്രെയിനിങ്ങുമാണ് കൊടുക്കുന്നത്. മൾട്ടി സെൻസറി സ്റ്റിമുലേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സ്പർശനം, ദർശനം, ശ്രവണം 3 ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിനിങ്ങാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ പെട്ടെന്ന് പതിയുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതൊരു പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് മോചനമില്ല. എന്നിരുന്നാലും ഒരു പരിധിവരെ ഇവർക്ക് ഇതിനെ മറികടക്കാൻ സാധിക്കും. അപ്പോൾ ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.